നമസ്കാരം പ്രേക്ഷകരെ, മോഹൻലാൽ മലയാള സിനിമാ മേഖലയിലേക്ക് വന്നിട്ട് 47 വർഷങ്ങൾ തികയുകയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ സിംഹാസനം അദ്ദേഹം ഒരാൾക്കും വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് ആർക്കാണ് തർക്കം, ആർക്കാണ് സംശയം? അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരെ ബുക്ക് മൈ ഷോയിലേക്കോ മറ്റ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്കോ ഒന്ന് പോവുക. എന്നിട്ട് അതിനകത്ത് തുടരും എന്നൊരു സിനിമ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് സീറ്റ് വല്ലതും ബാക്കിയുണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞത് ശനിയാഴ്ച ഞായറാഴ്ചത്തെ കാര്യമൊന്നുമില്ല, ഒരു വർക്കിംഗ് ഡേയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രേക്ഷകരെ, ഇന്നലെ അതായത് ബുധനാഴ്ച ഇന്ന് വരെ കേരള ബോക്സ് ഓഫീസിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊലത്തൂക്കാണ് സംഭവിച്ചത്. ഒരു ദിവസം, അതായത് ഒരു ബുധനാഴ്ച ദിവസം ഇതുവരെ ഒരു മലയാള സിനിമ ഇത്രയും അധികം പണം കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആളുകൾക്ക് ഇപ്പോൾ പണിക്കൊന്നും പോകണ്ട, എല്ലാവർക്കും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയി തുടരും കാണുക. അതാണ് ഇപ്പോൾ പല കുടുംബങ്ങളുടെയും പ്രധാന അജണ്ട. നിങ്ങളൊന്ന് ബുക്കിംഗ് ആപ്പുകളിൽ പോയിക്കോ, പലരും ഫേക്ക് ആണെന്നൊക്കെ പറയും. അങ്ങനെ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തിയേറ്ററിലേക്ക് നേരെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടെ ജനപ്രവാഹം കാണാം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ കുറിക്കുന്ന റെക്കോർഡുകളും ആർക്കും തിരുത്താൻ കഴിയുന്ന നിസ്സാര റെക്കോർഡുകളൊന്നുമല്ല. എത്രയോ താരങ്ങൾ മലയാള സിനിമയിലേക്ക് വന്നു, എത്രയോ പുതുമുഖ താരങ്ങൾ വന്നു, എത്രയോ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ പുതിയ തലമുറകൾ വന്നു. പക്ഷെ അവർക്കാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അവർക്കാർക്കും ഒന്ന് നോക്കുക പോലും ചെയ്യാൻ കഴിയാത്ത റെക്കോർഡുകൾ ഇന്നും അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിന് മിടുക്ക്. അതുകൊണ്ടാണ് അത്രയും മലയാളി പ്രേക്ഷകർ മോഹൻലാൽ എന്ന നടനെ നെഞ്ചിലേറ്റുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തുടരും എന്ന സിനിമ ഒന്ന് ആലോചിക്കുകയെ, ഒരൊറ്റ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ മോഹൻലാൽ എന്ന നടൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഈ സിനിമയെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. രാവിലെ 6 മണിക്കോ 5 മണിക്കോ ഫാൻ ഷോ ഉണ്ടായിരുന്നു? ഇല്ല. റെഗുലർ ഷോസ് ആയിരുന്നു. എന്നിട്ടും ആദ്യത്തെ ദിവസത്തിൽ തന്നെ അർദ്ധരാത്രി 2 മണിക്ക് സിനിമയുടെ റെസ്പോൺസ് കാരണം തിയേറ്ററുകാർ ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ റെക്കോർഡാണ് മോഹൻലാൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ ദിവസം, ഒരൊറ്റ ദിവസം മാത്രത്തെ കളക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 20 കോടിക്ക് മുകളിൽ, അതായത് ഒരൊറ്റ ദിവസം തിയേറ്ററിൽ നിന്ന് മാത്രം 20 കോടിക്ക് മുകളിൽ വാങ്ങിക്കൂട്ടിയ, കളക്ഷൻ നേടിക്കൂട്ടിയ ഒരു നടനുണ്ടെങ്കിൽ അത് മോഹൻലാൽ മാത്രമാണ്. 8 സിനിമകളാണ് മോഹൻലാൽ ആ റെക്കോർഡിലൂടെ നേടിയത്. വേറെ ഏതെങ്കിലും നടൻ കോമ്പറ്റീഷനിലെങ്കിലും ഉണ്ടോ? എന്തിന്? ആ 0-ൽ നിന്ന് 1-ലേക്കെങ്കിലും കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരൊറ്റ മലയാള നടന് പോലും നേടാൻ കഴിയാത്ത ആ റെക്കോർഡ് മോഹൻലാൽ 8 തവണ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 3 ദിവസം കൊണ്ട് 69-70 കോടി രൂപയാണ് തുടരുമെന്ന സിനിമ കളക്ട് ചെയ്തത്. 4-5 ദിവസത്തിനുള്ളിൽ ആ പണം അങ്ങ് 100 കോടി കടക്കുമെന്നേ, അതിനകത്ത് ആരെ സംശയം? അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് കഴിയുമ്പോൾ തന്നെ 100 കോടി കടക്കും, അതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷേ മോഹൻലാൽ 20 കോടിയോളം രൂപ ഒരു ദിവസം കളക്ട് ചെയ്തതിൻ്റെ റെക്കോർഡുകൾ നമുക്ക് നോക്കാം. അത് ഏറ്റവും പ്രധാനമായി മരക്കാർ അറബിക്കടലിലെ സിംഹമാണ്. അത് ആദ്യത്തെ ദിവസം, നമുക്ക് ഓർമ്മയുണ്ട്, അർദ്ധരാത്രി 12 മണിക്ക് ഷോ തുടങ്ങിയ ദിവസത്തിൽ ആദ്യത്തെ ദിവസം കളക്ട് ചെയ്തത് 20 കോടി രൂപയാണ്. എമ്പുരാൻ എന്ന ചിത്രം റിലീസിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ആ സിനിമ ആദ്യ ദിനം കളക്ട് ചെയ്തത് 69 കോടി രൂപയാണ്. എമ്പുരാൻ്റെ തന്നെ രണ്ടാമത്തെ ദിവസം കളക്ട് ചെയ്തത് 34.5 കോടി രൂപയാണ്. എമ്പുരാൻ്റെ 3-ാം ദിവസം കളക്ട് ചെയ്തത് 35 കോടി രൂപയാണ്. എമ്പുരാൻ്റെ 4-ാം ദിവസം കളക്ട് ചെയ്തത് 39 കോടി രൂപയാണ്. എമ്പുരാൻ്റെ 5-ാം ദിവസം കളക്ട് ചെയ്തത് 26 കോടി രൂപയാണ്. തുടരും എന്ന ചിത്രത്തിൻ്റെ 2-ാം ദിവസം കളക്ട് ചെയ്തത് 26 കോടി രൂപയാണ്. അങ്ങനെ മോഹൻലാൽ എന്ന നടൻ ഓരോ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ പോലും, നമ്മളിപ്പോൾ സംസാരിച്ചത് മരക്കാറുണ്ട്, അതിനകത്ത് എമ്പുരാനുണ്ട്, ഇപ്പോൾ തുടരുമുണ്ട്, ഈ സിനിമകളുടെയൊക്കെ ഓരോ ദിവസത്തെ കളക്ഷൻ 20 കോടിക്ക് മുകളിൽ കൊണ്ടെത്തിച്ച നടനായിട്ട് മോഹൻലാൽ മാറുകയാണ്. മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത ആ റെക്കോർഡ് ഒന്ന് ആലോചിക്കുക. മലയാള സിനിമ ഇത്രയധികം പ്രതിസന്ധിയിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഓരോ മാസവും നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കണക്കുകൾ വരെ കാണുന്നുണ്ട്. അതിലെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു ടോട്ടൽ കളക്ഷൻ 20 കോടിയുടെ പകുതി പോലും നേടാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ നടൻ ഒരൊറ്റ ദിവസം 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തതിൻ്റെ റെക്കോർഡുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടരും ക്രിയേറ്റ് ചെയ്യുന്ന ഓളം ചെറുതൊന്നുമല്ല, അത്രമാത്രം പ്രേക്ഷകർ ആ സിനിമയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. അതിൻ്റെ കളക്ഷൻ സ്വാഭാവികമായും അതനുസരിച്ച് കൂടുകയും ചെയ്യും. ഫാൻസിനും വേണ്ടിയും ഫാമിലിക്ക് വേണ്ടി ഒരുമിച്ച് ഒരു മോഹൻലാൽ മാജിക് കണ്ട സന്തോഷത്തിലാണ് മലയാളി പ്രേക്ഷകർ. അതെല്ലാം ആ റെക്കോർഡുകളിൽ, ആ കളക്ഷനിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. 3 ദിവസം കൊണ്ട് 70 കോടി രൂപയാണ്. 4-ാം ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസത്തിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാട്ടം എന്ന പാട്ടും കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു മോഹൻലാൽ മാജിക് തരുൺമൂർത്തി സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ് തിയേറ്ററിൽ. സിനിമ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ദയവ് ചെയ്ത് ആ സിനിമ പോയി കാണുക, അധികം വൈകാതെ തന്നെ. കാരണം നിങ്ങൾക്കൊരു മോഹൻലാൽ മാജിക് മിസ് ചെയ്യാതെ തിയേറ്ററിൽ പോയിരുന്ന് ഉലകം കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് ആ സംവിധായകൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദൃശ്യ മികവ്, ഒരു വിരുന്ന്
തന്നെ സൃഷ്ടിക്കാനും സാധിക്കും. മോഹൻലാൽ ഇതുവരെ കാണാത്ത പെർഫോമൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ആ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇതിനു മുമ്പ് തന്നെ 47 വർഷത്തെ സിനിമാ കരിയറിൽ. പക്ഷേ അതെല്ലാം ഒന്ന് പൊടിതട്ടിയെടുത്ത് ഇന്നും ആ ലാലേട്ടന് അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് സംവിധായകൻ തരുൺ മൂർത്തിയിലൂടെ മോഹൻലാൽ പറയുമ്പോഴുണ്ടല്ലോ, അവിടെയാണ് മാജിക്, അവിടെയാണ് മോഹൻലാൽ മാജിക്.